അവൻ ഇരുന്ന് ഓടിപ്പോകുന്ന പോക്കിൽ പറഞ്ഞതല്ല. ദിസ് ഈസ് എ വെരി സീരിയസ് മെസ്സേജ്. ആ സീരിയസ് ആണ് തന്നെയല്ല, ഇൻറ്റിമേറ്റ് ആണ്. ഇൻറ്റിമേറ്റ് മെസ്സേജാണ്. യേശു ഇവിടെ അവൻ്റെ ഹൃദയം തുറക്കുകയാണ്. അപ്പോൾ ഗിരിപ്രഭാഷണത്തിൽ യേശുവിൻ്റെ ഹൃദയമാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹിസ് വേർഡ്സ്, ഇറ്റ് ഈസ് ഹിസ് ഹാർട്ട്. അവൻ്റെ മനസ്സ് അവൻ തുറക്കുകയാണ്. അവനെ അറിയുന്നവന് മാത്രമേ അവൻ്റെ മനസ്സറിയാൻ പറ്റൂ. യേശുവിനെ അറിയാതെ യേശുവിൻ്റെ മനസ്സറിയാൻ പറ്റത്തില്ല. യേശുവിൻ്റെ മനസ്സറിയാതെ യേശുവിൻ്റെ വാക്കുകളെ അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ വാക്കുകൾ അവനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് മീനിങ്ലെസ് വേർഡ്സാണ്. യേശുവുമായിട്ട് ചേർന്ന് മാത്രമേ പറ്റുകയുള്ളൂ. യേശുവിനെ ഒരു ടീച്ചർ എന്ന നിലയിൽ ആദരിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. അവർക്ക് യേശുവിൻ്റെ ടീച്ചിങ് മതി, യേശുവിനെ വേണ്ട. ഈ വിശ്വാസികളുടെ കാര്യത്തിൽ അത് തന്നെ, ടീച്ചിങ് അല്ലെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ടീച്ചിങ്ങും വേണ്ട, യേശുവും വേണ്ട, യേശു തരുന്നത് മതി. മറ്റുള്ളവർക്കൊന്നും അല്ലെങ്കിൽ യേശുവിൻ്റെ ടീച്ചിങ് എങ്കിലും വേണം. വിശ്വാസികൾക്ക് വന്ന് യേശുവും വേണ്ട, യേശുവിൻ്റെ ടീച്ചിങ്ങും വേണ്ട, പിന്നെന്ത് മതി? അവൻ വല്ലതും തരുന്നതുണ്ടെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് യേശുവിനൊരു സാന്റാക്ലോസിനെ പോലെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. സാന്റാക്ലോസിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, അവൻ്റെ ഉടുപ്പിനൊരു 50 പോക്കറ്റ് കാണും. 50 പോക്കറ്റിൽ ഓരോ സമ്മാനം കാണും. കാണുന്ന പിള്ളേർക്കെല്ലാം എങ്ങനെയുള്ള പിള്ളേരാണെങ്കിലും കുഴപ്പമില്ല, സമ്മാനം കിട്ടും. ഇതുപോലെ യേശു ഒരു സാന്റാക്ലോസിനെ പോലെ നമുക്കെല്ലാം ആവശ്യമുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് തന്നെയല്ല നമ്മൾ ചോദിക്കുന്നത്, ആവശ്യമുള്ളതാണ് പിന്നെയും വേണ്ടുകയില്ല. നമ്മുടെ എല്ലാ ഗ്രീഡും അവൻ്റെ അടുത്ത് ചെന്ന് പറയാണ്. എല്ലാ അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും ചെന്ന് പറഞ്ഞാൽ അതെല്ലാം തരാനായിട്ട് നോക്കിയിരിക്കുന്നതായ ഒരു സാന്റാക്ലോസിനെ പോലെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. യേശുവിനെ അങ്ങനെയല്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീസസ് ഒരു മീൻസ് ആകരുത്, യേശു ഒരു ഉപാധി ആകരുത്. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് യേശുവിന് വേണ്ടി തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിൽ അവൻ്റെ ഹൃദയം നമുക്ക് പകർന്നു തരികയാണ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരികയും, ഓഫ് കോഴ്സ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്, ആളുകൾ എല്ലാവരെയും മറ്റുള്ളവരെ നമ്മൾ കാണുന്ന ഒരു മീൻസ് എന്നുള്ള നിലയിലാണ്. ഇതൊരു ബിസിനസ് സംസ്കാരമാണ് നമ്മുടേത്. ബിസിനസ്സിനകത്ത് ആകെപ്പാടെ മനുഷ്യൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, വാട്ട് ഐ വിൽ ഗെറ്റ്, എനിക്കെന്തോ കിട്ടും. ഇന്ന് മീറ്റിങ്ങിന് പോയാലും നമ്മൾ ചോദിക്കുന്നതാ, എനിക്കെന്തോ കിട്ടും. യോഗത്തിന് പോയാലും ഉപവാസം എടുത്താലും ഉപവാസം എടുക്കുമ്പോൾ ചോദിക്കുന്നത്, എന്തിനായിരുന്നു ഉപവാസം? എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഏതാണ്ട് കിട്ടാൻ വേണ്ടിയാണെന്നല്ലേ എന്തിനാണെന്ന് ചോദിച്ചാൽ ഉപവാസം. എന്തോ കിട്ടാൻ? മോൻ്റെ ക്ലാസ് പരീക്ഷയായിരുന്നു എന്ന് പറയും. ക്ലാസ് പരീക്ഷയ്ക്ക് അവന് ഫസ്റ്റ് റാങ്ക് കിട്ടണം, അതിനാ ഉപവാസം. ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ സംസ്കാരം അതായിപ്പോയി. ഇതൊരു ബിസിനസ് സംസ്കാരമായിപ്പോയി. അത് ലോകത്തിൻ്റെ സംസ്കാരമാണ്. അത് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരരുത്. സഭയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെയാണ്. എനിക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെയാണ്. അല്ലാതെ യേശു തരുന്ന കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് സാന്റാക്ലോസിൻ്റെ പ്രശ്നം അതാ. സാന്റാക്ലോസ് 50 പോക്കറ്റിനകത്തുനിന്ന് സമ്മാനം എടുത്ത് കൊടുക്കും. സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പിള്ളേരുടെ വീട്ടിലും പോകും, സാന്റാക്ലോസിൻ്റെ വീട്ടിലും പോകും. ഇതുപോലെ യേശു തരുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോരും, യേശുവിൻ്റെ വീട്ടിലും പോകും. യേശുവിനെ കൊണ്ടുപോകത്തില്ല നമ്മൾ. പക്ഷെ വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇന്ന് യേശുവിനെ ഒരു മീൻസ് ആക്കുന്നതിന് പകരം യേശുവിനെ കൊണ്ട് വീട്ടിൽ പോവുകയാണ്. എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് നീഡഡ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നോ ജീസസ് ബിഫോർ യു സ്റ്റാർട്ട് നോയിങ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ യേശുവിനെ അറിയുക. യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഇവിടെ മത്തായി അതിൻ്റെ ഒരു നല്ല യേശുവിനെ വിമോചകനായി അറിയുക, രക്ഷകനായി അറിയുക. യേശുവിനെ രക്ഷകനായി തിരിച്ചറിയാത്ത ഒരാൾക്കും യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പല മെസ്സേജസിലും യേശു രക്ഷകനാണ്. എന്ത് രക്ഷകൻ? പാപങ്ങളുടെ മോചകനാണ്, വിമോചനത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്നുള്ള ആ സന്ദേശം പറയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ക്രൂസൈഡ്സ്. വാസ്തവത്തിൽ അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു സുവിശേഷമാണ്. പോൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിലിരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റെല്ലാം അറിയാവുന്നവരാണ് നമ്മുടെ പ്രസംഗകർ. പോൾ അങ്ങനെയല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. നമ്മളതല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ മാത്രം അറിയത്തില്ല, ബാക്കി എല്ലാം അറിയാം.
അത് വേറൊരു സുവിശേഷമാണ്. യേശുവിൻ്റെ ക്രൂശ് പ്രസംഗിക്കാത്ത സുവിശേഷം സുവിശേഷമല്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അവർ ചോദിക്കുന്നത് കൊടുക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് പോൾ പറഞ്ഞത്. യഹൂദന്മാരുടെ ഇടയിൽ അടയാളം കാണിക്കാൻ പോൾ തയ്യാറല്ലായിരുന്നു. കാര്യം അവരെന്താ നോക്കിയിരുന്നത്? അടയാളം അന്വേഷിച്ചു. യവനന്മാരുടെ അടുക്കൽ ജ്ഞാനം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പോൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻസിൽ പോൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്നപ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ ആയിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭയങ്കര ജ്ഞാനികളായ ആളുകളാണ്. ഞാൻ ചിലപ്പോൾ പറയും, അതിപ്പോൾ നമുക്കെല്ലാം ഉണ്ട്. അറിവുള്ളവരടുത്ത് എന്ന് പ്രസംഗിക്കുമ്പം ഒരു വിറയില്ലേ, നമ്മൾ വല്ല അബദ്ധമോ വല്ലതും പറഞ്ഞാലോ എന്നുള്ള ഒരു പേടി. പക്ഷേ പോളിൻ്റെ പേടി നേരെ തിരിച്ചായിരുന്നു. നിങ്ങൾ ഭയങ്കര ജ്ഞാനികളായ ആളുകളാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ അറിയാതെ കാണാൻ പഴയ ജ്ഞാനം വല്ലതും ഉപയോഗിച്ചാലോ എന്നായിരുന്നു എൻ്റെ പേടി. എൻ്റെ അറിവ് വല്ലതും വിളമ്പുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതിനകത്ത് എന്താ പ്രശ്നമെന്ന് നമ്മൾ ചോദിച്ചേക്കാം. നമ്മളങ്ങനെയാണല്ലോ, അറിവുള്ളവരുടെ അടുത്ത് അറിവ് പ്രസംഗിക്കും, ഇല്ലേ? പക്ഷേ പോൾ പറഞ്ഞത്, അറിവുള്ളവൻ്റെ അടുത്ത് ഞാൻ അറിവ് പ്രസംഗിക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. യവനന്മാർ ജ്ഞാനമാണ് അന്വേഷിക്കുന്നത്, യഹൂദന്മാർ അടയാളമാണ് അന്വേഷിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവ് നിങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് കർത്താവ് അവൻ അത്ഭുതങ്ങൾ ചെയ്തിട്ട് എല്ലാവരോടും പോയി പറയാൻ പറഞ്ഞു. പക്ഷേ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൻ എന്താ പറയുന്നു? ഇതാരോടും പറയരുത്. നിങ്ങൾ ആ വേദഭാഗം അതിൻ്റെ ജോഗ്രഫി പഠിച്ചു നോക്കിയാൽ അറിയാം. ആരോടും പറയരുത് എന്ന് പറഞ്ഞത് അവൻ യഹൂദന്മാരുടെ ഇടയിലായിരുന്നപ്പോഴാണ്. എല്ലാവരോടും പോയി പറയാൻ പറഞ്ഞത് അവൻ ജാതികളുടെ ഇടയിലായിരുന്നപ്പോഴാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ അടയാളം പ്രവർത്തിക്കുന്ന മശിഹയായി അത്ഭുതം കാണിക്കുന്നവനായി ചെല്ലാൻ യേശു കർത്താവ് ആഗ്രഹിച്ചില്ല. അവൻ്റെ മനസ്സലിവ് കൊണ്ട് വല്ലപ്പോഴുമൊക്കെ അവൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു മിറക്കിൾ വർക്കറായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ അറിയപ്പെടുവാൻ യേശു കർത്താവ് ആഗ്രഹിച്ചില്ല. അങ്ങനെ അറിയപ്പെടാനുള്ള ഏത് സാധ്യതയെയും കർത്താവ് തള്ളിക്കളയുകയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലാസറിനെ ഉയിർപ്പിച്ചതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമുണ്ട്. യവനന്മാരായ ആളുകൾ വന്ന് ഫിലിപ്പോസിനോടൊന്ന് പറയാം, യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. യേശു പോയില്ല. എന്തുകൊണ്ട് പോയില്ല? കാര്യം അവർ വന്നത് ലാസറിനെ ഉയിർപ്പിച്ച യേശുവിനെ കാണാനാണ്. യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കർത്താവ് പറയുക, ഇപ്പോൾ അവർ വന്നത് ആരെ കാണാനാ? ലാസറിനെ ഉയിർപ്പിച്ച യേശുവിനെ കാണാനാ. പക്ഷേ ലാസറിനെ ഉയിർപ്പിച്ച യേശുവായി യവനന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ചെല്ലുന്നത് മരിച്ചുയർത്തവനായ യേശുവായിട്ട് ചെല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു. ഞാൻ ചെല്ലും, ഞാൻ അറിയും. യവനന്മാരുടെ ഇടയിൽ ഞാൻ ചെല്ലുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവുമായിട്ടായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പോൾ പറയുന്നത്, ഞങ്ങളോ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവുമായി നിങ്ങളുടെ അടുക്കൽ വരാനല്ല, ജ്ഞാനം പ്രസംഗിച്ചുകൊണ്ട് വരാനല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. കാര്യം യേശു അത്ഭുതം തേടി വന്ന യവനന്മാരെ, അല്ലെങ്കിൽ പ്രശസ്തനാകുവാൻ, നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയും പ്രശസ്തനാകാനാണ് നോക്കുന്നത്. കർത്താവ് പറഞ്ഞു, നോ, അങ്ങനെ പ്രശസ്തനാകാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അറിയപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു എന്ന നിലയിലായിരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് പോൾ പറയുകയാണ്, യെസ്, ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ് യേശുവുമായിട്ട് നിങ്ങളുടെ അടുത്ത്. ഒരിക്കലും ഓടിച്ചു വിട്ടതാണ് യവനന്മാരെ. പക്ഷേ ഇപ്പം ആ യേശു വന്നിരിക്കുകയാണ്. പക്ഷേ എങ്ങനെ വന്നിരിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട യേശുവായി. പ്രിയമുള്ളവരെ, ഇതാണ് യേശുവിനെ തിരിച്ചറിയുമ്പോൾ അവനെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിമോചകനായി തിരിച്ചറിയണം. അവൻ പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് തിരിച്ചറിയണം. അവൻ ക്രൂശിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയണം. അവൻ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ വിമോചനം അസാധ്യമാണെന്നുള്ളത് തിരിച്ചറിയണം. പോൾ പറയുകയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്ന് പറഞ്ഞ പോൾ പറയുന്നത്, ആ ഒടി പറഞ്ഞു നിർത്തുന്നത്, ആ പാപികൾ ഞാൻ
ഒന്നാമൻ. പൗലോസ് കൺഫസ് ചെയ്യാണ്. ആ പാപികളുടെ ഗണത്തിൽ പേരെഴുതി കഴിഞ്ഞാൽ ഒന്നാമത് വരേണ്ട പേര് എൻ്റെയാണ്. അതുകൊണ്ടായിരുന്നു എനിക്കൊരു രക്ഷകനെ ആവശ്യമായിരുന്നത്. അപ്പോൾ ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എനിക്കൊരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ. ഇഫ് ഐ എം നോട്ട് എ സിന്നർ, ഐ ഡു നോട്ട് നീഡ് എ റിഡീമർ. അപ്പോൾ യേശുവിനെ നമ്മൾ അറിയുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ഐ എം എ സിന്നർ, സോ ഐ നീഡ് എ റിഡീമർ. ഞാനൊരു പാപിയാണ്, അതുകൊണ്ട് എനിക്കൊരു വിമോചകനെ ആവശ്യമുണ്ട്. യേശുവിനെ വിമോചകനായി തിരിച്ചറിയണം. ഒരു രക്ഷകൻ്റെ ആവശ്യകത തിരിച്ചറിയാത്തവന് എങ്ങനെ യേശുവിനെ അറിയാൻ കഴിയുന്നത്? പാപത്തിൽ മരിക്കുന്നു, ഞാൻ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ നിസ്സഹായതയിൽ നിന്ന് ഞാൻ രക്ഷകനെ, യേശുവാകുന്ന രക്ഷകനെ തിരിച്ചറിയുകയാണ്. രണ്ടാമത്, വിമോചകനായി മാത്രമല്ല, രാജാവായിട്ടറിയണം. രാജാവായി അറിയാമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണ് എന്താണ് യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുക. അവൻ്റെ ലോർഡ്ഷിപ്പ്, ഹീസ് കിങ്. അവൻ രാജാവാണ്. അവൻ രാജാവാണെങ്കിൽ അവൻ എന്നെ ഭരിക്കണം. എന്നെ വീണ്ടെടുക്കുന്നവൻ മാത്രമല്ല, എന്നെ ഭരിക്കുന്നവനുമാണ് യേശു എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. നമ്മളുടെ ഹൃദയത്തിലേക്ക് മാത്രം കർത്താവ് വന്നാൽ പോരാ. എന്ത് വേണം? നമ്മളുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഭരിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അവൻ കയറി വന്ന് ഭരിക്കണം. അവൻ ഭരണകർത്താവാണെന്നുള്ളത് തിരിച്ചറിയണം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോറസ് ഉണ്ട്. ചെറിയൊരു കോറസാണ്. കം ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞ്. കം ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ലൈഫ്. അതാണ് എനിക്ക് അതിനകത്ത് ഇഷ്ടമെന്ന് പറയുന്നത്. കം ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ലൈഫ്, കം ഇൻ ടു മൈ ഹാർട്ട്, കം into my life. Oh Jesus, mold it every day, make it a meaningful one. Oh Jesus, mold it every day, make it a meaningful one. Make it a meaningful one. My life. എങ്ങനെ? അവൻ റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. അല്ലെങ്കിൽ അതിനൊരു മീനിങ്ങുമില്ല. അതുകൊണ്ട് യേശുവിനെ വിമോചകനായി തിരിച്ചറിയുക മാത്രമല്ല, അവനെ രാജാവായും തിരിച്ചറിയണം. വിമോചകനാക്കുമ്പോൾ നമ്മൾ അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാജാവാക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അവനെ വിമോചകനാക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവനെ രാജാവാക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കുകയാണ്. അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ അവനെ രാജാവാക്കുന്നത്. പിന്നെ നമ്മൾ ജീവിക്കുന്ന അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അവൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം. ബിക്കോസ് ഹീ ഈസ് കിങ്, ഹീ ഈസ് മൈ ലോർഡ്, ഹീ ഈസ് മൈ കിങ്. അവൻ വന്നത് എൻ്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലേക്കാണ്. എൻ്റെ ജീവിതം പിന്നീട് അവൻ്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ഞാൻ പിന്നെ ജീവിക്കത്തുള്ളൂ. വേറൊരു ജീവിത രീതി എനിക്കില്ല. അവൻ എങ്ങനെയുള്ള രാജാവായിരുന്നു, അവൻ എങ്ങനെയാണ് അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് വെളിപ്പെട്ടത്? യേശുവിനെ സുവിശേഷകന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദരിദ്രനും വീടില്ലാത്തവനും വിശക്കുന്നവനും ദാഹിക്കുന്നവനും തലകുനിഞ്ഞ് വെള്ളത്തിലിറങ്ങുന്നവനും എന്നാൽ പാപത്തോടെ ഒത്തുതീർപ്പില്ലാതെ അതിനോട് യാതൊരു കോംപ്രമൈസിലും പോകാത്തവനുമായിട്ടാണ്. അപ്പോൾ അവൻ രാജാവാണെങ്കിൽ അവൻ്റെ ഇഷ്ടം, അവൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം. ഞാനും എങ്ങനെയായിരിക്കും? ഞാനും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഞാനും യേശുവിനെ പോലെ തന്നെ ആയിരിക്കും. ബിക്കോസ് എൻ്റെ രാജാവിനപ്പുറത്ത് എനിക്ക് എന്താ ജീവിക്കാൻ പറ്റുന്നത്? എൻ്റെ രാജാവിനെ പോലെ ആയിരിക്കും ഞാനും ജീവിക്കുന്നത്. ആ രാജാവിൻ്റെ മാനിഫെസ്റ്റോയാണ് ഗിരിപ്രഭാഷണം. അവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചെങ്കിൽ നമ്മൾ അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അവനാണ് രാജാവെങ്കിൽ ആ രാജാവിൻ്റെ രീതിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുകയാണ്. ആ രാജാവിൻ്റെ നീതിയാണ്, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ആ രാജാവിൻ്റെ രീതിയാണ് ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നത്. ഗിരിപ്രഭാഷണത്തിൻ്റെ അന്തസത്തയാണ് ശരിക്കും അതിലെ ആദ്യത്തെ അനുഗ്രഹീത വചനങ്ങൾ. ഇവിടെ യേശു അനുഗ്രഹീതർ എന്ന് വിളിക്കുന്ന ഭാഗം അത് നമ്മുടെ സ്വന്തമാണെങ്കിൽ
if we are blessed, it's not an easy thing. We are blessed. ആ ബ്ലസ്സഡ്നെസ്സിനെ കുറിച്ച് പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് സ്വന്തമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസിയാണ്, അല്ലെങ്കിൽ പ്രയാസമാണ്. അനുഗ്രഹ വചനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് ശേഷമാണ് കൽപ്പനകളൊക്കെ വരുന്നത്. ആ കൽപ്പനകൾ എനിക്ക് ഈസിയാണ്. എന്തായാൽ ഈ അവസ്ഥയിലേക്ക് ഞാൻ കടന്ന് വരികയാണെങ്കിൽ, അപ്പോൾ ഇത് കൽപ്പനകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ പറയുകയാണ്. അതിൻ്റെ ആ ഒരു സീരീസ് ഓഫ് പ്രൊക്ലമേഷൻ വിതൗട്ട് എ നറേറ്റീവ്. പ്രൊക്ലൈം ചെയ്യുകയാണ്. ബ്ലെസ്സഡ് ആർ ദ പുവർ, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇറ്റ് പ്രൊനൗൺസസ് ദ ബ്ലെസ്സഡ്നെസ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണ്? സെക്കൻഡ് ഹാഫിലൂടെ പറയുകയാണ്, ഇറ്റ് ടെൽസ് വാട്ട് ദ ബ്ലെസ്സിങ് ഈസ്. ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ആദ്യത്തേതൊരു പ്രൊക്ലമേഷനാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. താഴോട്ടുള്ള ഓരോ കാര്യങ്ങളിലും ആദ്യത്തേത് പ്രൊക്ലമേഷനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ നേരെ വിപരീതമാണ് ഇവിടുത്തെ എല്ലാ അനുഗ്രഹീതാവസ്ഥയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യവും ലോകത്തിലൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ശപിക്കപ്പെട്ടവരെന്ന് കണക്കാക്കുന്ന ആളുകളാണ് ഇവിടെ അനുഗ്രഹീതെന്ന് പറയുന്നത്. ഇതെങ്ങാനും മനുഷ്യൻ്റെ അടുത്ത് പോയി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി നമ്മളെ തല്ലിക്കൊന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ലൂക്കോസിൽ അത് പറഞ്ഞിട്ടില്ല. ലൂക്കോസിൽ ആത്മാവിൽ നിന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈവൻ ജസ്റ്റ് പ്ലെയിൻ ഹി സേസ് എന്താണ്? ബ്ലെസ്സഡ് ആർ ദ പുവർ. ആർ ദ പുവർ എന്നല്ല, ബ്ലെസ്സഡ് ബിക്കോസ് യു ആർ പുവർ. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, യാതൊരു രീതിയിലും യാതൊരു പ്രതീക്ഷയില്ലാതെ കഷ്ടതയിൽ മുങ്ങിത്താണ്, ഭാവി എന്താണെന്ന് അറിയാൻ വയ്യാത്ത, ഇവിടുത്തെ ആ പുവർ എന്ന വാക്കിൻ്റെ പ്രത്യേകത അതാണ്. അത്രയ്ക്കും കഷ്ടതയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ബ്ലെസ്സഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അത്ഭുതം? നമ്മളെല്ലാവരും എന്താ പറയത്തുള്ളൂ? അയ്യോ എന്തൊരു കഷ്ടം എൻ്റെ ജീവിതം എന്നേ പറയത്തുള്ളൂ, ഇല്ലേ? രണ്ടാമത് നോക്കുമ്പോഴും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവരെന്ന് തന്നെയല്ല, ശരിക്കും അവർ പറയുന്നത് എന്താണ്? മരിച്ചു പോയവർക്ക് വേണ്ടി എന്നതുപോലെ മോങ്ങിക്കരയുന്നവർ എന്നാണ്. ബ്ലെസ്സഡ് ആർ ദോസ് ഹൂ മോൺ. മോങ്ങിക്കരയുന്നവർ ഭാഗ്യവാന്മാർ. അത് നമ്മൾ ലോകത്തോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. ലോകത്തിന് ഒരിക്കലും ഇത് ബ്ലെസ്സഡ്നെസ് അല്ല, അതൊരു കേഴ്സാണ്. പക്ഷേ യേശു പറയുന്നു എന്താണ്? ഇതാണ് ബ്ലെസ്സഡ് സ്റ്റേജ്. യേശു അനുഗ്രഹീതർ എന്ന് പറഞ്ഞതൊക്കെ മറ്റുള്ളവർ ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരെയാണ്. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എത്ര വ്യത്യസ്തമാണെന്ന് നമ്മളിവിടെ അറിയുന്നത്. ഒരു കിങ്ഡം സ്റ്റാൻഡേർഡ്, അവൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്നാണ്. യേശുവിൻ്റെ വാക്കുകളൊരു പ്രത്യേകത, അത് ആളുകളെ വെട്ടിലാക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത ഒരു സ്റ്റേജ്. ഇന്നും യേശു പറഞ്ഞ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും, യേശു പറഞ്ഞത് വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ അതൊക്കെ പറയുന്നത് ചിലപ്പോൾ ആളുകൾ പറയുമ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ലെന്നുള്ള രീതിയിലായി ചിരിക്കുന്നത്, ഇല്ലേ? ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ പൈസയാണ്. അപ്പോൾ ഇയാൾ തെറ്റി പറഞ്ഞാണെന്നേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. കാര്യം നമ്മുടെ മനസ്സിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണെന്ന് പറഞ്ഞാൽ ഞാരെല്ലാം സമ്മതിക്കും. പക്ഷേ ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം ഞാനൊരു ചർച്ചിൽ അടുത്ത സമയത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതിരിക്കുകയാണ്. ഇപ്പം തന്നെ ആൾക്കാർക്ക് ചിരി വരുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ അവർക്ക് വേണ്ടി യാതൊന്നും സമ്പാദിച്ചു കൊടുക്കാതിരിക്കുകയാണ്. കാര്യം എന്നറിയാമോ? സമ്പാദ്യങ്ങളുള്ളതാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും തെറ്റിപ്പോകാനുള്ള കാരണം. കാര്യം അവർക്ക് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ജോലി കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ജോലി കിട്ടിയ സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, ഇനിയും അനിയനെ പഠിപ്പിക്കണം, സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു വിടണം, അതല്ലെങ്കിൽ വീടൊന്ന് പുതുക്കണം, അതല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കണം, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ നമ്മൾ ജോലിക്ക് കയറിയത്, അല്ലേ? ജോലിക്ക് കയറി ശമ്പളം കിട്ടിയപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പൈസ എടുക്കാൻ വാസ്തവത്തിൽ ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ചെറുക്കൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. അവൻ IT ഫീൽഡ് കഴിഞ്ഞിട്ട് നേരെ IT പഠിത്തം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കയറുമ്പോൾ അവൻ്റെ കിട്ടുന്ന ആദ്യത്തെ ശമ്പളം 40,000-50,000 രൂപയാണ്. അവന് അനിയനെ പഠിപ്പിക്കണ്ട, കാര്യം അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്.
പെങ്ങളെ കെട്ടിക്കണ്ട, അത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ വീട് പണിയണ്ട, അടുത്ത ഒരു 40 വർഷത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വീട് നിങ്ങൾ അവർ പണിത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 50,000 കൊണ്ട് എന്തോ ചെയ്യും? പിന്നെ 50,000 കൊണ്ട് അവൻ എന്തോരൊക്കെ ചെയ്യും. അന്നേരമാണ് എന്ത് ചെയ്യുന്നത്? ഈ പിള്ളേർ പാപത്തിൽ വീണു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോയത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പിള്ളേരുടെ ജീവിതം തകരാറിലായി പോകുന്നത് അവർക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. അവർക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടാകട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനീ പറയുന്നത് വേറെ കാര്യമൊന്നുമല്ല, പക്ഷേ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു പാപം ചെയ്യണമെങ്കിലും കാശ് വേണമല്ലോ, ചുമ്മാ പറ്റുമോ? പാപം ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടല്ലേ പറ്റുള്ളൂ? അതിനുള്ള റിസോഴ്സ് ഇല്ലാതെ പറ്റുമോ? അത് നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം മറ്റൊന്നുമല്ല, അവർക്ക് വേണ്ടി അവർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, പക്ഷേ അവർക്ക് വേണ്ടി നിങ്ങളൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ പാടില്ല. സമ്പാദിച്ചു കൊടുത്താൽ അവൻ തെറ്റിപ്പോകും, അതിന് യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുക, എന്തോ ചെയ്യാൻ ഇല്ലേ? ഞാൻ പറഞ്ഞത് ഈ യേശുവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇതുപോലെയുള്ള വാക്കുകളൊക്കെയാണ് കർത്താവും പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ റീസണും ഉണ്ട് കർത്താവിന്. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സ്വാഭാവികമായി ജീവിക്കുന്ന ലൗകിക മനുഷ്യനത് പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് കയറിയെങ്കിലേ പറ്റുള്ളൂ. ഗിരിപ്രഭാഷണം നമുക്ക് വായിച്ചു പോകാൻ സുഖമാണ്, പക്ഷേ വായിച്ച് ഗ്രഹിച്ചാൽ അനാത്മികനാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് വട്ട് പിടിക്കും. ഗിരിപ്രഭാഷണം വായിച്ചിട്ട് ചുമ്മാതെ എഴുന്നേറ്റ് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൂത്ത കള്ളനാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യമുണ്ട്. ഇത് വായിച്ചേച്ച് നിങ്ങൾക്ക് കൂളായിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന്, എന്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതല്ലെങ്കിൽ എന്താണ്? നിങ്ങൾ അസാമാന്യമായ കള്ളത്തരം അറിയാവുന്നവരാണ്. അല്ലെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കും. ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞു, ഇറ്റ് ഇസ് ലൈക്ക് സ്പിരിച്വൽ ടോർപിഡോസ് എന്നാണ് പറഞ്ഞത്. സ്പിരിച്വൽ ടോർപിഡോസ് ആണ്. ചെന്ന് കിഴിഞ്ഞ് ടോർപിഡോസിൻ്റെ പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് നോട്ട് പോകുമ്പോൾ പൊട്ടുകയെന്നല്ല, ചെന്ന് പൊട്ടി ഇതങ്ങ് കറങ്ങി തിരിഞ്ഞ് ചെതറിക്കുന്നതാണ്, സ്മാഷ് ചെയ്യുന്നതാണ്, നമ്മളെ ചെതറിച്ച് കളയുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേജാണ്. വെൻ യു റീഡ് ദ ബൈബിൾ, വെൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി, അവൾ സ്കൂളിൽ പഠിപ്പിക്കുക, അവളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. Man, sometimes I feel when I'm comfortable, you are coming here and you smash me. ഒരുമാതിരി സ്വസ്ഥമായിട്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നീ വന്നിട്ട് എന്നെ പുകച്ച് കളയുമല്ലോ എന്ന്. അതാണ് പുകച്ച് കളയുന്നതാണ് വേദപുസ്തകം. ഇത് നമ്മളെ പുകയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദീസ് ആർ സ്പിരിച്വൽ ടോർപിഡോസ്. അതങ്ങനെ വേണം. ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകത്തിൻ്റെ ഏത് ഉപദേശങ്ങളും, യേശുവിൻ്റെ ഉപദേശങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ പുകച്ച് കളയണം, സ്മാഷ് ചെയ്യണം, പൊട്ടിച്ച് കളയണം, സ്റ്റോമിങ്, നമ്മളെ അങ്ങ് തകർത്ത് കളയണം. അത് ഇവിടെ അതാണ്. ഇത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് വായിക്കാനുള്ളതല്ല, എന്തിനുള്ളതാണ്? ഇത് നല്ല ആശയമാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. പലപ്പോഴും ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ പറയും നല്ല ആശയമാണ് കേട്ടോ, വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ ആശയമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. യു നീഡ് ടു ഒബേ ഇറ്റ്. അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയപ്പോൾ വായിച്ച വാക്യം എന്താണ്? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ എന്നാണ് പറഞ്ഞത്, അല്ലാതെ കേൾക്കുന്നവനല്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. കേൾക്കുന്നവനല്ല. നല്ല ആശയമാണെന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. വളരെ നല്ലതാണെന്ന് പറയാൻ വേണ്ടി അല്ല നമ്മൾ വേദോസം പഠിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് പ്രാക്ടീസ് ചെയ്യാനാണ്, അത് ചെയ്യാനുള്ളതാണ്. ദൈവവചനം നമ്മൾ അനുസരിക്കാനുള്ളതാണ്, അത് കേൾക്കാൻ മാത്രമുള്ളതല്ല. ബിബ്ലിക്കൽ ലിവിങ്, അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പലപ്പോഴും പിശാച് നമ്മളോട് പറയുന്ന ഒരു കള്ളത്തരമുണ്ട്, ബിബ്ലിക്കൽ ലിവിങ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. വേദോസപ്രകാരമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നടക്കത്തില്ല എന്നാണ് പിശാച് നമ്മളോട് പറയുന്നത്. എപ്പോഴും
നമ്മൾ വേദപുസ്തകത്തിലെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴെല്ലാം നമ്മളവിടെ എന്താണ് കാണുന്നത്? നമ്മളുടെ മനസ്സിൽ ചിന്തിക്കും, ഓ അതൊക്കെ ഇപ്പം ഏലിയാവ് അങ്ങനെയൊക്കെ ചെയ്ത് കാണും. ഇപ്പം ഏലിയാവ് ആരാ, ഞാനാരാ? ചില ആളുകൾ പറയുന്നത് ഇയ്യോബ് കഷ്ടം, ഞാനെന്നാ ഇയ്യോബാണ്, നമ്മളെന്നാ യേശു ക്രിസ്തു ആണെന്നു, നമ്മളെന്നാ പൗലോസാണെന്നു. ഇത് പിശാചാണ് നമ്മളോട് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം അതേപോലെ ജീവിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ ഇതിനകത്ത് പറ്റത്തില്ല. പക്ഷേ നമ്മളത് അനുസരിക്കുന്നത് സ്വന്തം കഴിവുകൾ കൊണ്ടല്ല. അതൊരു ഫാക്റ്റാണ്. സ്വന്തം കഴിവുകൾ കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യൻ ഇത് വായിക്കുമ്പോഴത്തേക്ക് അവൻ നിരാശയിലേക്ക് വീണു പോകുകയാണ്. ഗിരിപ്രഭാഷണം ഒരു സാധാരണ മനുഷ്യൻ വായിച്ചാൽ അവനെന്ത് പറയും? എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അവൻ നിരാശയിലേക്ക് വീണു പോകുന്നു. നിരാശയിലേക്ക് വീഴണം. കാരണം ആ നിരാശയിൽ വീഴുമ്പോഴാണ് അവൻ സ്വയപരിശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പല സമയത്തും ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദവസപ്രകാരമുള്ള ജീവിതം ജീവിക്കാൻ നമ്മൾ നമ്മുടെ നാച്ചുറൽ എബിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്വാഭാവിക ജനനം കൊണ്ട് ലഭിച്ചിരിക്കുന്നതായ ശക്തി എന്ന് പറയുന്നത്, വെൻ വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ്, വി ആർ ബോൺ ഓഫ് ആഡം. നാച്ചുറൽ ബർത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ ആദാമിൻ്റെ മക്കളാണ്. ആദാമിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മാക്സിമം ശക്തി എന്ന് പറയുന്നത് ആദാമിൻ്റെ ശക്തിയേ ഉള്ളൂ. ആദാമിന് എത്രയും ശക്തി ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. പെണ്ണുമ്പോൾ ഒരു പഴം പറിച്ചു തന്നിട്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിന്നുപോയ അത്രയും ശക്തിയൊക്കെ ആർക്കുള്ളൂ? ആദാമിന് ഉള്ളൂ. അപ്പോൾ ആദാമ്യ പ്രകൃതി കൊണ്ട് ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. നമുക്കിത് കഴിയുന്നത് എന്തുകൊണ്ടാണ് ഗിരിപ്രഭാഷണം നമുക്ക് സാധ്യമായി തീരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ നാച്ചുറൽ ബർത്ത് മാത്രമല്ല നമുക്കുള്ളത്, വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിൽ നിന്ന് ജനിച്ചവരാണ്. ആത്മാവിൽ നിന്ന് ജനിക്കുമ്പോൾ നമ്മൾ ആദാമിൻ്റെ പ്രകൃതിയല്ല, യേശുവിൻ്റെ പ്രകൃതമാണ് സ്വീകരിക്കുന്നത്. കാരണം യേശുവും ആരിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്? ആത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും, നിന്നിൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ. സി, ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനാൽ ജീസസ് വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യേശു ആത്മാവിൽ ജനിച്ചതുകൊണ്ടാണ് യേശു ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചിട്ട് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് ഒരു പുതുജനനം നൽകിയിരിക്കുന്നു. ആ പുതുജനനം ആദാമിൽ നിന്നല്ല. ആരിൽ നിന്നാണ്? ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ ജീവിതം ജീവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്ന് ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആദാമ്യ പ്രകൃതിയല്ല, പ്രത്യുത പുതുജനനത്താൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മപ്രകൃതമാണ്. ബിക്കോസ് I am born of the Spirit, I can live a spiritual life. I can. യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? യെസ്. വൈ? ബിക്കോസ് ഹീ ഈസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ഐ എം ഓൾസോ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചവർ തന്നെ ജീവിക്കുന്നത് പലപ്പോഴും ആദാമിനെ പോലെയാണ്. അതാ ഒരു വലിയ പ്രശ്നം. കാര്യം നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ ആത്മാവിൽ ജനിച്ച വിവരം. ഞാൻ എല്ലാ സീഡികളിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപമയാണ്, സംടൈംസ് ഐ എം ടെംപ്റ്റഡ് നോട്ട് ടു ടെൽ റിപ്പീറ്റ് തിങ്സ്. പക്ഷേ ഇത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഒരു കോഴി മുട്ട വിരിക്കുന്ന സമയത്ത്, മുട്ട വിരിക്കാൻ വേണ്ടി വെച്ച കൂട്ടത്തിൽ 10 മുട്ട കൊണ്ട് വെച്ചു. അതിനകത്ത് 9 എണ്ണം കോഴിമുട്ടയായിരുന്നു. പക്ഷേ അറിയാതെ ഒരെണ്ണം കഴുകൻ്റെ മുട്ടയായിരുന്നു. പക്ഷേ അത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 9 കോഴിക്കുഞ്ഞും 1 കഴുകൻ്റെ കുഞ്ഞും. പക്ഷേ കഴുകൻ കുഞ്ഞിന് അറിയത്തില്ലല്ലോ ഇത് കഴുകൻ്റെ കുഞ്ഞാണെന്നുള്ളത്. അതുകൊണ്ട് കഴുകൻ്റെ കുഞ്ഞും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മണ്ണിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെ തിന്നുകൊണ്ട് ജീവിച്ചു. പക്ഷേ കോഴിക്കുഞ്ഞ് തിന്നുന്ന അത്രയൊന്നും പോരാ ഇതിന്. ഇത് ഒത്തിരി പുഴുക്കളെല്ലാം തിന്നുന്നുണ്ട്. You know what happens? After some time, it wings
ഇറ്റ് വാസ് ബിക്കമിങ് മോർ ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. പക്ഷേ ഇതിനൊരിക്കലും മനസ്സിലായില്ല ഇത് എന്താണെന്ന്, കഴുകൻ്റെ കുഞ്ഞ് ആണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു കഴുകൻ മോളിൽ കൂടെ പറന്നു പോയപ്പോൾ നോക്കിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കഴുകൻ നിന്ന് കളിക്കുന്നു. അപ്പോൾ ഈ കഴുകൻ നേരെ ഊളിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞെല്ലാം ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ കഴുകൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് ഈ കിളിത്തട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 ഒടുവിൽ കഴുകൻ എന്ത് ചെയ്തു, ഈ കഴുകൻ്റെ കുഞ്ഞിനെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ എന്തിനാ ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത്? എന്നെ പറഞ്ഞ്, ഞാൻ പിന്നെ ആരുടെ കൂടെ കളിക്കേണ്ടത്, നീ എന്തിനാണ് ഈ കോഴിക്കുഞ്ഞിൻ്റെ കൂടെ കളിക്കേണ്ടത്, കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ? ഇവരാരാ? എന്ന് പറഞ്ഞാൽ അവരെൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണ്. അതെങ്ങനെ നിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ആകുന്നത്? അവർ കോഴിക്കുഞ്ഞുങ്ങളല്ലേ? അതെ, ഞാനും ഒരു കോഴിക്കുഞ്ഞാണല്ലോ. എന്നോട് നീ എങ്ങനെ കോഴിക്കുഞ്ഞാകുന്നത്? യു ആർ എൻ ഈഗിൾ. നീ ഒരു കഴുകൻ്റെ കുഞ്ഞല്ലേ? അയ്യോ, കഴുകെന്ന് പറയല്ലേ, ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ശത്രുവുണ്ട്, ശത്രുവിൻ്റെ പേരാണ് കഴുകൻ. മിണ്ടല്ലേ, എനിക്ക് പേടിയാ. മോനെ അങ്ങനല്ല, യു ആർ ആൻ ഈഗിൾ. നീ ഒരു കഴുകൻ്റെ കുഞ്ഞാണ്. നോക്ക എന്നെ നോക്ക, ഞാനൊരു കഴുകനാ. അതെ, എനിക്കിപ്പോൾ പേടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ? നീയും കഴുകൻ്റെ കുഞ്ഞാ? അല്ല. പിന്നെ നീ എങ്ങനെ നിൻ്റെ വിങ്സ് ഒക്കെ ഇത്രയും വലുതായിരിക്കുന്നത്? അതെ, എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ 2-3 പുഴുക്കൾ തന്നു. പക്ഷേ എനിക്ക് വിശപ്പാ, അതുകൊണ്ട് ഞാൻ 8ഉം 10ഉം ഒക്കെ തിന്നും. അങ്ങനെ ഞാനങ്ങ് വലുതായതാ. മോനെ അല്ല, നീ ഒരു കഴുകനാ, നിനക്ക് പറക്കാൻ പറ്റും. പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കഴുകൻ കുഞ്ഞ് പറഞ്ഞു, ഇല്ലില്ല, എൻ്റെ അമ്മ പോലും ഇന്നാളി പറക്കാൻ നോക്കി, കുറച്ച് പറന്നിട്ട് താഴെ വീഴുന്നു. അതുകൊണ്ട് എനിക്ക് പറക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ കഴുകൻ പിന്നെയും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു, നിൻ്റെ വിങ്സ് നോക്ക്, എൻ്റെ വിങ്സ് നോക്ക്, ഇതുപോലെയാണ്, യു ട്രൈ ഫ്ലൈയിങ്, നീ ഒന്ന് പറന്ന് നോക്ക് എന്ന് പറഞ്ഞ് സംഹാവ് ഇതിനെ മനസ്സിലാക്കി ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ്. പറക്കാൻ നോക്കിയാൽ പറക്കാൻ പറ്റുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് ആൻ ഈഗിൾ. പറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം കഴുകൻ പറഞ്ഞു, കണ്ടോ, യു ആർ ആൻ ഈഗിൾ. എടാ, കോഴിയെ തിന്ന് ജീവിക്കേണ്ട നീ പുഴുവിനെ തിന്നാ ഇപ്പോൾ ജീവിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. യു ആർ ആൻ ഈഗിൾ, നീ ഒരു കഴുകൻ കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഇത് പറക്കാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഹൈ. യു നോ വൈ? അതിൻ്റെ ട്രെയിനിങ് കൊണ്ടല്ല, ആണോ? ബിക്കോസ് ഇറ്റ് ഈസ് ബോൺ ആസ് എൻ ഈഗിൾ. ആൻ ഈഗിൾ ഈസ് ബോൺ ടു ഫ്ലൈ. കോഴിക്കുഞ്ഞ് പറക്കാനായിട്ട് ജനിച്ചതല്ല, അത് വഴി കൂടെ നടന്ന് സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെ തിന്നാൻ വേണ്ടിയാണ്. ബട്ട് ഈഗിൾ ഈസ് ഡിഫറെൻറ്റ്. വ്യത്യാസം ഉണ്ടാക്കുന്നത് ജനനമാണ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, സോ വി ഫ്ലൈ ഹൈ. ഇനിയും താഴെ കിടന്ന് സ്ക്രാച്ച് ചെയ്ത പുഴുക്കളെ തിന്നാൻ അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവാചകന്മാരും ക്രൂസൈഡുകാരനും എല്ലാം വന്ന് നമ്മൾ കോഴിക്കുഞ്ഞാന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ പറയുമെന്നറിയാമോ? 2011 7-ാം മാസത്തിൽ ദൈവം നിനക്ക് വലിയ 2 പുഴുക്കളെ വെച്ചിട്ടുണ്ട്. എന്തുവാ? നിൻ്റെ ജോലിയിലൊരു ഉദാഹരണം. പ്രിയമുള്ളവരെ, ഏത് പ്രവാചകൻ വന്ന് നിങ്ങളോട് പറയുന്നു യു ആർ നോട്ട് എ ചിക്ക്, യു ആർ എൻ ഈഗിൾ, വൈ ഡോണ്ട് യു ജസ്റ്റ് ഫ്ലൈ ഹൈ? അവനാ യഥാർത്ഥ പ്രവാചകൻ.